OBYOC എന്ന തന്റെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെ പറ്റി ദിയ കൃഷ്ണ ഈ അടുത്താണ് കണ്ടുപിടിച്ചത്. വിശ്വസ്തരെന്ന് കരുതി ജോലിക്ക് വെച്ചിരുന്ന 3 പെൺകുട്ടികളെയാണ് സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷത്തോളം രൂപ കൈക്കലാക്കിയത്. കൂടാതെ നിരവധി സ്റ്റോക്കുകളും ജീവനക്കാരും മറച്ചുവിറ്റു. പൂർണ്ണമായും ഗർഭിണിയായിരുന്നതിനാൽ ക്ഷീണവും അസ്വസ്ഥയും ആശുപത്രിവാസത്തിലായിരുന്നു ദിയ കൃഷ്ണ ആ സമയത്ത്. അതുകൊണ്ട് സ്ഥാപനത്തിലെ വിറ്റുവരവും സ്റ്റോക്കും കൃത്യമായി പരിശോധിക്കാൻ താരപുത്രിക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യം ജീവനക്കാർ മുതലെടുക്കുകയായിരുന്നു. പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ദിയ പോലീസിൽ പരാതിപ്പെട്ടു. തൊട്ടുപിന്നാലെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി എന്നിവ കാണിച്ച് ജീവനക്കാരിൽ നിന്നും ദിയയ്ക്കും അച്ഛനും മറ്റു കുടുംബാംഗങ്ങൾക്കുമെതിരെ കൗണ്ടർ കേസ് ഫയൽ ചെയ്തു. ദിയ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചു എന്നും കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ചുവെച്ചു എന്നെല്ലാം തന്നെ ആരോപണങ്ങൾ യുവതികൾ ഉന്നയിച്ചു. അതെല്ലാം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് എന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു. യുവതികൾ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ അതിൽ അധികവും വൈറലാകാൻ പോയതും ആരും ശ്രദ്ധിക്കാതെ പോയതുമായ ആരോപണങ്ങൾ ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെയാണ് പെരുമാറുന്നത് എന്ന് യുവതികൾ പറഞ്ഞ ഭാഗമാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഭാഗം വൈറലാകുന്നുണ്ട്. ഭർത്താവിനെതിരെ യുവതികൾ ഉന്നയിച്ച ആരോപണത്തിന് ദിയയും മറുപടി നൽകിയിട്ടുണ്ട്. മോഷ്ടാക്കളായ ജീവനക്കാരുടെ അഭിമുഖത്തിലെ എപ്പിക് ഭാഗം അശ്വിനെതിരെ ഉന്നയിച്ച ആരോപണമാണ് തലക്കെട്ട് എന്ന വീഡിയോയിലൂടെയാണ് പ്രചരിക്കുന്നത്. രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. രാത്രി വിളിച്ചിട്ട് ഹലോ എന്തു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ് യുവതികൾ പറഞ്ഞത്. അവൻ ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ് മോളെ, തള്ളുവണ്ടി വേണമെങ്കിൽ അറിയിക്കാമേ മോളെ എന്നാണ് ദിയയുടെ മറുപടി കുറിച്ചിട്ടത്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും കള്ളങ്ങൾ പൊളിഞ്ഞതും മനസ്സിലായപ്പോഴാണ് ജീവനക്കാർ ജാതി കാർഡും മതത്തിന്റെയും കാർഡുകളെല്ലാം തന്നെ സ്ത്രീക്കെതിരായ പെരുമാറ്റം എല്ലാം എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതും എന്നും ദിയ പറയുന്നു. അശ്വിനെതിരെ ജീവനക്കാരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വീഡിയോയ്ക്ക് താഴെ 3 പേരും വിമർശിച്ചും പരിഹാസിച്ചുമാണ് കമന്റുകൾ നിറയുന്നത്. ദിയയും അശ്വിനും കൂടെ OBYOC എന്ന നടത്തിപ്പ് നടത്തുന്നത്. എന്നാൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നയാളാണ് അശ്വിൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും ദിയയുടെ ബിസിനസ് കൂടി മാനേജ് ചെയ്യാൻ അശ്വിന് സമയം ലഭിക്കാറില്ല. ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു തുടങ്ങിയ ശേഷം പ്രതികളായ 3 ജീവനക്കാരുടെയും ലൈഫ് സ്റ്റൈൽ തന്നെ അതിനുശേഷം മാറി എന്നാണ് അവിടുത്തെ നാട്ടുകാരും പറയുന്നത്. കൂട്ടത്തിലൊരാൾ പുതിയ വീട് തന്നെ പണിതു കഴിഞ്ഞു. മാത്രമല്ല മൂവരും ചേർന്ന് നിരവധി സ്വർണങ്ങൾ വാങ്ങിക്കൂട്ടിയതും വിവരമുണ്ട്. കളവ് ദിയ കണ്ടുപിടിച്ചപ്പോൾ 3 പേരും കുറ്റം സമ്മതിച്ചു. മാത്രമല്ല 9 ലക്ഷത്തിനടുത്ത് രൂപ തിരികെ ദിയയ്ക്ക് നൽകുകയും ചെയ്തു. അഹാന ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം 3 പേരും സമ്മതിക്കുന്ന വീഡിയോയും സിന്ധു കൃഷ്ണ പുറത്തുവിട്ടിരുന്നു.